Hello, how are you? Nice to see you. Now you translate. So I would like to thank all the people of Wayanad, regardless of their political affiliation, their political thinking, for the love and affection they give me all the time. ആദ്യമായിട്ട് വയനാട്ടിലെ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ വ്യത്യാസത്തിന് അതീതമായി നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ കാലവും എനിക്ക് സ്നേഹം നൽകുന്നതിന് എനിക്ക് നൽകുന്ന സ്നേഹത്തിന് നിങ്ങൾ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. When I say that people of Wayanad are like my family, I mean every single person of Wayanad is like my family. വയനാട്ടിലെ ആളുകൾ എന്റെ കുടുംബമാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Sometimes in one family, brother and sister might have slightly different political views. ചിലപ്പോ ഒരു കുടുംബത്തിലെ സഹോദരനും സഹോദരിക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടായേക്കാം. That does not mean that the brother and sister do not love each other, care for each other, respect each other, look after each other. ഒരു കുടുംബത്തിൽ സഹോദരനും സഹോദരിക്കും വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിന്റെ അർത്ഥം ആ സഹോദരനിക്കും സഹോദരിക്കും പരസ്പരം സ്നേഹമില്ല, അവർ രണ്ടുപേരും പരസ്പരം കരുതുന്നില്ല, അവർ രണ്ടുപേരും പരസ്പരം അന്വേഷിക്കുന്നില്ല എന്നല്ല. I think the starting point of politics is respect to other human beings. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വം രാഷ്ട്രീയം തുടങ്ങുന്നത് മറ്റു മനുഷ്യരെ ബഹുമാനിക്കലിൽ നിന്നാണ്. The fight today, the main fight is against the ideology of the RSS and the ideology of the Congress Party. ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ്. And I want to explain a little bit about how I see this fight. ഈ പോരാട്ടത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഞാൻ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. പ്രധാനമന്ത്രിയും BJPയും പറയുന്നത് എന്താണ്? ഒരു രാജ്യം, ഒരു ആളുകൾ, ഒരു ദേശം, ഒരു നേതാവ്. ഇതാണ് BJPയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും. And this is a fundamental misunderstanding of our country. ഇതെന്ന് പറയുന്നത് ഒരു ദേശം ഒരു നേതാവ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. Because language is not something that is imposed from the top. Language is something that comes out from inside the person, inside the heart of the person. ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് ഭാഷ. To tell a person from Kerala that your language is inferior to Hindi, for example, is a insult to the people of Kerala. ഉദാഹരണത്തിന് കേരളത്തിലെ ആളുകളോട് നമ്മൾ മലയാളികളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷയായ മലയാളം ഹിന്ദിയേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ അത് മലയാളത്തോടും മലയാളികളോടുമുള്ള അപമാനമാണ്. It is like saying what is coming out of your heart is inferior to what is coming out of the heart of a person in Uttar Pradesh. അതിങ്ങനെ പറയുന്നതിന് തുല്യമാണ്. മലയാളികളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം, മലയാളികളുടെ ഹൃദയത്തിൽ വരുന്ന ഭാഷ, അത് ഉത്തർപ്രദേശിലുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഭാഷയെക്കാളും അതിനേക്കാളും താണതാണെന്ന്